മലയാളി പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് റദ്ദാക്കൽ. കേരളത്തിലേക്കുള്ള സർവീസിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും കുറച്ചിട്ടുണ്ട്. ഫെബ്രുവരി 9 മുതൽ തുടങ്ങുന്ന സർവീസ് വെട്ടിച്ചുരുക്കൽ മാർച്ച് 25 വരെ തുടരും. ഗൾഫ് പ്രവാസികളെയാണ് എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനം ബാധിക്കുക. ഒമാനിൽ നിന്നുള്ള 14 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ GCC രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസ് വെട്ടിച്ചുരുക്കുമോ എന്നും വ്യക്തമല്ല. അതേസമയം കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ പുനരാരംഭിച്ചേക്കുമെന്ന സൂചനയും വന്നിട്ടുണ്ട്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുന്നത്. ഓഫ് സീസൺ ആയതിനാലാണ് തീരുമാനമെന്ന് ട്രാവൽ ഏജൻസികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 9 രാവിലെ 8:40 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന മസ്കത്ത് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് അന്ന് 12:30 തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും ഉണ്ടാകില്ല. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 16 വരെ എല്ലാ ഞായറാഴ്ചകളിലും മസ്കത്ത് തിരുവനന്തപുരം സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 17 മുതൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ 6 സർവീസ് ഉണ്ടായിരുന്നത് 4 വെട്ടിച്ചുരുക്കി. കൊച്ചിയിലേക്കും സമാനമായ രീതിയിൽ 4 സർവീസ് ആക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടേക്കുള്ള 9 സർവീസുകൾ വെട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും മസ്കറ്റിൽ നിന്ന് സർവീസ് ഉണ്ട്. ഇതിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ പല സർവീസുകളും ഒഴിവാക്കി. ഫെബ്രുവരി മാസം 9, 12, 15, 17, 19, 20, 24, 26, 27 തീയതികളിൽ കോഴിക്കോട് സർവീസ് ഉണ്ടാകില്ലെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വേളയിൽ ദിവസവും സമയവും കൃത്യമായി ഉറപ്പാക്കണം. ഇതിനെല്ലാം പുറമെ മംഗലാപുരം, ചെന്നൈ, തിരുച്ചിറപ്പള്ളി എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള മസ്കത്ത് സർവീസുകളും കുറവ് വരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലുള്ള പലരും മംഗലാപുരം വിമാനത്താവളത്തെയാണ് ആശ്രയിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ യാത്ര നിർബന്ധമുള്ളവർ ബദൽ മാർഗം തേടേണ്ടി വരും. അതേസമയം കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചേക്കുമെന്നാണ് സന്തോഷം നൽകുന്ന വാർത്ത. സിയാൽ ഉദ്യോഗസ്ഥർ എയർ ഇന്ത്യയുമായി വിഷയത്തിൽ ചർച്ച നടത്തുകയും അനുകൂലമായ ഉറപ്പ് നേടുകയും ചെയ്തുവെന്നാണ് സൂചന. മാർച്ച് അവസാനത്തിൽ സർവീസ് അവസാനിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് പുതിയ ചർച്ച നടത്തിയത്. അതേസമയം ടിക്കറ്റ് നിരക്കും പ്രശ്നമാണ്. അതുപക്ഷെ UAE-യിലാണ്. അതായത് റമദാൻ മാസം അടുത്തതോടെ UAE-യിൽ നിന്നുള്ള വിമാന നിരക്കുകളിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉംറ നിർവഹിക്കാനും റമദാൻ വ്രതം അനുഷ്ഠിക്കാനുമായി പലരും മക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനെ തുടർന്നുണ്ടായ ഡിമാൻഡാണ് നിരക്ക് വർധനയ്ക്ക് കാരണമായത്. കഴിഞ്ഞ വർഷത്തെ ശൈത്യകാലത്തെ അപേക്ഷിച്ച് ഏകദേശം 140% വർധനവാണ് നിരക്കിലുണ്ടായിരിക്കുന്നത്. വിശുദ്ധ നഗരമായ മക്കയിൽ റമദാൻ ആരംഭിക്കാനും അവസാനിപ്പിക്കാനും നിരവധി താമസക്കാർ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ യാത്രാ ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട്.